നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതൃത്വം ചിന്തൻ ശിവർ പല രീതിയിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോഴും അവർ ഭാരത് ജോഡോ യാത്ര 2 ഘട്ടങ്ങളിലായി നടത്തിയപ്പോഴും അതിനെ പരിഹസിച്ചവരായിരുന്നു ഇപ്പോഴത്തെ അഭിജിത്ത് ദീപ്കെ അടക്കമുള്ള ആളുകൾ. അതിനെക്കുറിച്ച് പറഞ്ഞത് ട്രാവൽ വ്ലോഗാണോ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന അഭിജിത്ത് ദീപ്കെ ആയിരുന്നാലും കൂട്ടാളികളായിരുന്നാലും പരിഹസിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടിരുന്നത്. അതായത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗിന് തുല്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ രാജ്യത്ത് ഒരു രീതിയിലും ജോഡോ യാത്ര കൊണ്ട് ഉപയോഗമില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളെക്കുറിച്ചും ചോദിക്കുകയാണ്. അതായത് CJP എന്ന സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമായി കൊണ്ടുപോകാനും അതിൽ നിന്നുള്ള വോളണ്ടിയേഴ്സ് കോൺഗ്രസ്സിൽ അംഗത്വമെടുത്ത് കോൺഗ്രസ്സിലേക്ക് എത്തപ്പെടാനും വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തി വരുന്നത്. നോക്കൂ, ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം തന്നെ ആയിരിക്കാം. അഭിജിത്ത് ദീപ്കെ പോലൊരു വ്യക്തി കോൺഗ്രസ് നേതൃത്വം ചെയ്തിരുന്നതും അവർ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആക്കം കൂട്ടുന്നതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ അവരുടെ നിതാന്തമായ പരിശ്രമമുണ്ട്. അത് ഈ രാജ്യത്തിന് ഗുണകരമാണ് എന്ന തോന്നലും തിരിച്ചറിവ് ചെറിയ ഒരു സന്ദേശമല്ല നൽകുന്നത്. അഭിജിത്ത് ദീപ്കെ പോലുള്ളവർ ആ രീതിയിൽ മാറി ചിന്തിക്കുന്നു, കോൺഗ്രസ് നേതൃത്വത്തെ കാണുന്നു, ഈ രീതിയിലുള്ള പദ്ധതികൾ വീണ്ടും ആവിഷ്കരിക്കുന്നതിനെ പറ്റി, സംയുക്തമായി ആവിഷ്കരിക്കുന്നതിനെ പറ്റി ചോദിക്കുന്നു. അതായത് CJPയും കോൺഗ്രസും സംയുക്തമായി വീണ്ടും ജോഡോ യാത്ര ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ സന്ദേശം, അത് നൽകുന്ന ഒരു മൂല്യം എത്രത്തോളം വിശാലമാണ് എന്ന് സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഗ്രാമാന്തരങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കാനും വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു പുതിയ പരിവർത്തനത്തിന് തുടക്കമാവുകയാണ് എന്നുള്ളതിന് സംശയമില്ല. നോക്കൂ, ഇന്ന് 4 സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത്. മറ്റെല്ലായിടത്തും BJPയോ BJPയുടെ സഖ്യകക്ഷികളോ അധികാരത്തിലേക്ക് ഏറെക്കുറെ വന്നിരിക്കുന്ന സ്ഥലമാണ്. തമിഴ്നാട്ടിൽ വിജയ്, അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ജാർഖണ്ഡിൽ JMM കോൺഗ്രസ് സഖ്യം. ഇതല്ലാതെ മറ്റ് പല പ്രദേശങ്ങളിലും BJPയുടെ സഖ്യകക്ഷികളാണ് നേതൃത്വത്തിലുള്ളത്. അതിൽ ജമ്മു കാശ്മീരിൽ ഒമർ അബ്ദുള്ള പോലും കോൺഗ്രസ് നേതൃത്വത്തോടുള്ള സഖ്യം ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അതിന് കാരണം BJPയോടുള്ള ഭയമാണോ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏതായാലും അഭിജിത്ത് ദീപ്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പരിവർത്തനത്തിന് ആക്കം കൂട്ടണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിച്ചേ മതിയാവുകയുള്ളൂ.